അല്ല നിങ്ങളൊക്കെ ആരാ? അടിച്ച് മൂക്ക് പുറത്തുകളെ. ചാണ്ടിച്ചാനായിരുന്നോ? ഇത് ഏതാടി സത്തുകള്? അല്ല നിങ്ങൾ എവിടാ താമസിക്കുന്നേ? മേളിലേക്ക് പരിചയമുള്ളവനാണോ? മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാര വല്യമ്മച്ചി ആണോ? ഞാനും വേണം പേടിച്ചു പോയല്ലോ. പേടിക്കാൻ നിങ്ങളാരും മനുഷ്യ കണ്ടിട്ടില്ലയോ? കള്ളം കള്ളനെന്ന് പറഞ്ഞു ഒരൊറ്റ അലർച്ചയാ. സത്യം പറഞ്ഞ ഞാനാ പേടിച്ചേ. എന്റെ കുഞ്ഞിറക്കനോട് പെണ്ണെ കിടക്കുക ആന്നോ? നീ വാ. ഇച്ചാനോ? എന്നതായിരുന്നു താഴെ ബഹളം? അതൊക്കെ പോട്ടെ, എങ്ങനെ ഉണ്ടാ എന്റെ കാലിന്? എന്റെ ഈശോയെ, എന്നാ കെട്ടായത്? എല്ലാം പറഞ്ഞു ഞാനോടാ. ഏത് ഡോക്ടറായി നീ കാണിച്ചേ? വേണ്ടാത്ത പണിക്ക് പോയിട്ട് കാല് കളഞ്ഞല്ലോടാ കുഞ്ഞെ. അങ്ങനെ കാര്യമായിട്ട് കുഴപ്പമൊന്നുമില്ല ചായ. എന്ന് നീ ആണോ തീരുമാനിക്കുന്നേ? നമുക്ക് ഉടനെ പോവാം. നാട്ടിൽ പോയിട്ട് ഏതെങ്കിലും നല്ല ഡോക്ടർമാരെ കാണിക്കാം. ഞാൻ പോയി ഒരു വണ്ടി വിളിച്ചോണ്ടിരാം. വണ്ടി പിടിക്കാം. ഇച്ചാൻ യാത്ര ചെയ്ത് ക്ഷീണിച്ചല്ലോ, ആദ്യം ഒന്ന് കുളിക്കേ, എന്നിട്ട് വല്ലതും കഴിക്കാം. എടാ കുളിയും കളിയൊക്കെ പിന്നെ നീ ഒന്ന് വേഗം റെഡിയാക്കേ. എന്റെ ഇച്ചായ ഞാൻ പറയുന്ന ഒന്ന് കേക്ക്. വെയിലൊന്ന് ചാഞ്ഞിട്ട് നമുക്ക് നാട്ടിലേക്ക് പോവാം. എടാ വണ്ടിക്കകത്ത് എവിടെ നിന്നാടാ വെയില്? ഈ ഇച്ചായ നീ ചെന്നാ സോപ്പും തോർത്തെടുത്തോട്. എടാ കുഞ്ഞിറക്ക, ഞാൻ വേദനയ്ക്ക് ഇപ്പൊ കുറവുണ്ട് ഇച്ചായ. നിങ്ങളാരും ഡോക്ടർമാരല്ലോ. പക്ഷെ ഡോക്ടർ പറഞ്ഞല്ലോ. ഇവിടെ എന്ത് ഡോക്ടറാടാ? നല്ല ഡോക്ടറാ നോക്കിയേ. എനിക്കൊന്നും കേക്കണ്ട. കാല് പോയാ പോയതാ. നഖവും മുടിയും പറ്റിയാ പിന്നെയും വളരും. അതുപോലാന്നോ കാല്? ശരി, ഇച്ചായം പോയിന്ന് കുളി, എന്നിട്ട് നമുക്ക് നാട്ടിൽ പോവാം. നിന്റെ ഒരു ഒടുക്കത്തെ കുളി. അതാ സോപ്പ് നിർത്തുന്ന. എവിടെ വിളിക്കുന്നേ? താഴൊരു കിണറുണ്ട്. അല്ലെ പിന്നെ ഒരു ഫർളങ് അങ്ങോട്ട് പോയൊരു പുഴയുണ്ട്, ആ ഭാഗത്തായിട്ട്. ഓ എന്നാ പിന്നെ പുഴ തന്നെ ആയിക്കോട്ടെ. ഓ, എന്നിട്ട് നാട്ടിലോട്ട് പുറപ്പെടാൻ പോവാണോ? ഓ, ആര് പുറപ്പെടാനാ? ഇച്ചായം കുളിയഞ്ഞ് വരട്ടെ, മയത്തിൽ പറഞ്ഞ് മനസ്സിലാക്കാം. ഈ വന്ന മൂച്ചിൽ ഏർക്കാൻ നിന്നാണ്ടല്ലോ, നിനക്കറിയാലോ ചായനെ. പുള്ളിക്കാരൻ എന്നെ പൊക്കിയെടുത്തങ്ങ് പോകും. ആ, നീ ചായന് കഴിക്കാൻ തരുന്നുണ്ടല്ലോ. അയ്യോ, ഓ കുളിച്ചപ്പോ നല്ല വിശപ്പ്. നീ ഉണ്ണുന്നില്ലോടാ? കഞ്ഞി കുടിച്ചിട്ട് അധികം നേരം ആയില്ല. ഇതെന്നാ മുട്ടയോ? കോഴിയിറച്ചി ഇല്ലൂടി? അത് കോഴിയിറച്ചിക്ക് കവലേ പോണോ ചായ? എനിക്ക് വയ്യാത്തോണ്ട്. അയ്യയ്യേ, ഇതെങ്ങനെ ഉണ്ണാനാ? ഈ അടുത്ത കാലത്തൊന്നും ഞാൻ കോഴിയിറച്ചില്ലാതെ ഉണ്ടിട്ടില്ല. ഇവിടെ അടുത്ത വീടുകളൊന്നും കോഴിയെ കിട്ടത്തില്ലൂടി. ഇല്ല ചായ. അതെവിടെന്നാ? അത് താഴത്തെ വീട്ടുകാര് വളർത്തുന്നതാ. ചേടാ, എങ്കി പിന്നെ അവരോട് മേടിച്ചാ പോരായിരുന്നോ? അവര് കോഴിയെ വിൽക്കത്തില്ല. അതെന്നാ? കോഴി സമ്മതിക്കത്തില്ലയോ വിൽക്കാൻ? അത് നമുക്ക് രാത്രിയിലത്തേക്ക് ഏർപ്പാടൊക്കെ ചായ. ഊണെന്ന് പറഞ്ഞാ ഉച്ചയല്ലൂടാ. മാത്രമല്ല നമുക്ക് ഉടനെ പോകണ്ടായോ? ആദ്യം ചായ ഉള്ള കറി വിട്ട് ഊണ് കഴിക്കും. ആ, ഇതറിഞ്ഞിരുന്നേ കോഴിയെ ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോ. ഓരോ വിധി. മുട്ടയെങ്കിൽ മുട്ട. കുഞ്ഞുട്ടിച്ചായൻ എന്നാ ഈ നേരത്ത്? കട പൂട്ടിയോ? കട പൂട്ടും ആ സ്ഥിതിയിലായിരിക്കുക ഞാനിപ്പം. ഇന്നവിടെ നടന്നത് കച്ചവടമല്ല കൊച്ചേ, കൂട്ടത്തല്ല. കണ്ണാടി അലമാര 1, അലുമിനിയ പാത്രങ്ങൾ 3, ഗ്ലാസുകൾ 9, എല്ലാം തരിപ്പണമായി. അതോടെ പ്രശ്നം തീർന്നെന്നാ കരുതിയത്? ഇല്ല. വൈകുന്നേരമായപ്പോ തലയിലൊരു വെച്ചുകെട്ടുമായി ഡ്രൈവർ തങ്കപ്പനും കൂട്ടരും വന്നു. അവന്റെ തലയ്ക്ക് പരിഹാരമായി ₹1000 ആ വഴിക്കും പോയി. കുഞ്ഞുട്ടിച്ചായൻ എന്നതായി പറയുന്നേ? മേളി താമസിക്കണ മൈക്കിളിനെ അന്വേഷിച്ച് വന്ന ഒരുത്തനാ തങ്കപ്പനെ ബസ്സിലോട്ടെറിഞ്ഞ് തല പൊളിച്ചതെന്ന് വൈകുന്നേരം ആ കടലവണ്ടിക്കാരൻ ഒരു സംശയം പറഞ്ഞു. നേരാന്നോ? ഇന്നിവിടെ ആരേലും വന്നായിരുന്നോ? അയാള് നിന്റെ അപ്പച്ചൻ വിചാരിച്ചിട്ട് ഒത്തിട്ടില്ല. അയാളാണ്. ആണോ? ആയിരിക്കും. ഈ ഉരുപ്പിടി തന്നെ ആയിരിക്കും. വല്യപ്പച്ചനായിട്ട് ഓടിക്കാതെടാ. അവൻ ഓടിക്കട്ടെ. അല്ല, ഒരു കാര്യം ചോദിച്ചോട്ടെ. എന്തോന്നാ രാത്രിയിൽ ഈ ബഹളം? മിണ്ടണ്ട വല്യമ്മച്ചി, മൈക്കിളിച്ചാന്റെ ചേട്ടച്ചാരാ. അങ്ങേരുന്ന് കവലയില് ഡ്രൈവർ തങ്കപ്പന് തലയടിച്ച് പൊളിച്ചെന്ന്. എന്റെ ഈശോയെ, എന്നാത്തിനാ? ചാണ്ടിച്ചാൻ അവന്റെ കളിക്കുഞ്ഞെന്ന വിചാരം. ഇയാൾക്ക് നാട്ടിൽ എന്നതാ മോളെ ജോലി? അത് ചാണ്ടിച്ചാൻ പാർട്ടിക്കാരനാ. അതിന്റെ പ്രവർത്തനം. എന്തോന്ന് പാർട്ടി? അത് KC കോരസർ പ്രസിഡന്റ് ആയിട്ടുള്ള പാർട്ടി. കേട്ടിട്ടില്ലേ? തിരുവിതാംകൂർ കോൺഗ്രസ്. അതിന്റെ സെക്രട്ടറിയോ ഏതാണ്ടാ. എന്നെ ചോദിച്ചേ? ഇങ്ങേര് കവലയിൽ ആരെയോ തല്ലീന്ന്.
ഏയ് അത് ചാണ്ടിച്ചാനായിരിക്കത്തില്ല. എന്ന് ഞാനിങ്ങോട്ട് ചെല്ലട്ടെ. ഇതേതോ പുകഞ്ഞ വിത്ത. ഡ്രൈവർ തങ്കപ്പന്റെ ആൾക്കാർ പ്രതികാരം ചെയ്യാൻ നടക്കുക, തൽക്കാലം പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞപ്പോ അവൻ പറയുക ഉടനെ തന്നെ അവരങ്ങോട്ട് വിട്ടേക്കാൻ, രാത്രി തന്നെ പ്രതികാരം ചെയ്ത് പോയിക്കോട്ടെന്ന്. മൈക്കിളിന്റെ കാലൊടിഞ്ഞ വിവരം അറിഞ്ഞേച്ച് വന്നതാണോ ഇവൻ? അതെ, തൽക്കാലം തിരിച്ചു പോകുന്നില്ലെന്ന്. അനിയച്ചാരെ കൃഷിയിൽ സഹായിക്കാൻ ഇവിടെ തന്നെ കൂടുക. ആണോ? കാര്യം ഞാൻ തങ്കപ്പന് 1000 രൂപ കൊടുക്കേണ്ടി വന്നെങ്കിലും ഇവന്റെ ഏറ് നല്ല ഉശരനായിരുന്നു. തങ്കപ്പന് അത് കിട്ടേണ്ടതാ. മൂക്കറ്റ തിന്നിച്ച് കാശ് തരില്ലെന്ന് പറഞ്ഞ ഞാൻ പോവാ. കടയിൽ ബെഞ്ച് നന്നാക്കാൻ ആശാരി തപ്പണം. എന്ത് പാടിയത്? ആണുങ്ങളെ തല കഴുകനാൻ പാടി കിടക്കുമ്പോ നോക്കിക്കൊണ്ട് നിൽക്കും വന്നോ? പൊടിയോ എവിടുന്ന് കെട്ടിയെടുത്താവോ? ചുമ്മാ എന്നെ കയറി വഴക്ക് പറയുന്നു വല്യമ്മച്ചി. ആര്? ആ കാട്ടാളൻ ഡ്രൈവറുടെ തലതല്ലി പൊളിച്ചില്ലേ, ആ ചാണ്ടി. ആഹാ, എന്നാ ഇന്ന് വല്യമ്മച്ചി 2 വാക്ക് ചോദിച്ചിട്ട് എന്നാത്തിനാ നിന്ന് തെറി പറഞ്ഞത്? ഒരു കാര്യമില്ല വല്യമ്മച്ചി. എങ്കിൽ സാരമല്ല, വല്യമ്മച്ചി അവനോട് പിന്നെ ചോദിച്ചോളാം. മൈക്കിൾ ഇച്ചായനോട് പറഞ്ഞാൽ ഇവിടുന്ന് കെട്ടിക്കെട്ടിക്കുന്നതാ നല്ലത്. ആ, അത് തന്നെയാ നല്ലത്. എന്നാലും 1-2 ദിവസം ഇവിടെ താമസിച്ചോണ്ട് പോട്ട് നമുക്കെന്നാ ചെയ്തം. നീ ചെന്നേ ആ കോഴിക്കൊക്കെ തീറ്റ കൊടുക്കാൻ നോക്ക്. ചെല്ല്. ഞാൻ പറഞ്ഞ ചാണ്ടിച്ച സ്ഥലം കാണിക്കാൻ. ഇവനറിയാമെങ്കിൽ നീ എന്നാ അതിനടി വരുന്നത്? എനിക്കറിയാം അമ്മച്ചി. എന്റെ ഈശോയെ, എന്നാ വലിപ്പമായി കോഴിക്കൊക്കെ. സാക്ഷാൽ ടർക്കി കോഴി പോലും ഇത്രയും വരികയല്ല. ഇതിനൊക്കെ ഇവിടെ വെച്ചോണ്ടാ ഞാൻ ഇന്നലെ മുട്ടക്കറി ചോറിന്റെ. ഇനി വേണം മക്കളെ. മനുഷ്യ, എന്റെ കോഴികളെ തൊട്ട് കളിച്ചാലുണ്ടല്ലോ. ഈ ഓടി പെണ്ണേ. നീ വളർന്ന കോഴിക്കുന്ന ടേസ്റ്റ് ഉണ്ടാവൂലേ? ചാണ്ടിച്ചാനായിട്ട് ഓടിക്കാതെടാ എന്റെ മാറും കേട്ടോ. ഇതാ വെച്ചാ എന്താ കാണിക്കുന്നേ? നല്ലോണം മുളകും മല്ലി അരച്ചങ്ങ് പോയി 2 പച്ചത്തക്കായ മുറിച്ചിട്ടോ. വല്യമ്മച്ചേ, 50 രൂപയുണ്ട്. നഷ്ടം എന്നാലും ആദ്യത്തെ കച്ചവടമല്ലേ, ഇരിക്കട്ടെ. ഇതങ്ങോട്ട് വാങ്ങിയാട്ടെ. വട വെച്ച ഇച്ചായൻ അങ്ങനെയാ, നീ അത് മറന്നാളാ. അല്ല, ഇന്ന് ഞായറാഴ്ചയല്ലോ, നമുക്ക് പള്ളിയിൽ പോണ്ടേ? വാ പോ. யாருடா அங்க? டேய் உன்னதா காது கேட்காதா? யாரா நீ? வெளியே போடா. என்ன முறைச்சு பாக்குற? இது எங்க இடம்? வெளியே போக சொன்னா? நீ ஏதாடா புழுந்தானே? புழுந்தாரா? അതെന്നത്? നീതാണ്ടാ പുളുന്താരാ? പുളുന്താൻ ഞാൻ അല്ലേ? ഇത് മരുന്നാ വല്യപ്പച്ച? മരുന്നാ? എന്നാ മരുന്ന്? മരുന്നല്ല, മരുത്. നമ്മുടെ വീട്ടില് പണി ചെയ്യാൻ വരുന്ന ആളാ. ഇതെന്റെ വല്യപ്പച്ചനാ മരുതേ. വല്യപ്പച്ചനാ? അതെന്നത്? അപ്പച്ചന്റെ ചേട്ടനാ. അപ്പടിയാ? വേറെ ഏതോ ആളുണ്ട് ഞാൻ നിனைச்சே. എന്റെ നീ ഇപ്പൊ വാങ്ങിച്ച് കെട്ടിയാനെ. ആളെ മനസ്സിലായാലെന്ന് വെച്ച് ചുമ്മാ ഒരാളെ കയറി വാടാ പോടാന്ന് വിളിക്കുന്നത് ഏതായാലും മര്യാദ. എന്നെങ്ക നീ ഒരു അഹങ്കാരിയാന്ന് പറയുമായിരുന്നു. ഒരു ചെറിയ ശിക്ഷ നിനക്ക് വേണം. എന്നെങ്ക ഇനി ആരോടും മര്യാദ കേടായിട്ട് പെരുമാറരുത്. മനസ്സിലായോടാ? മനസ്സിലായോ? ആ, ഞാനതങ്ങ് മറന്നു. ജോണിച്ചായനെ നിന്നോട് അന്വേഷണം പറയാൻ പറഞ്ഞു. ജോണിച്ചാനോ?
മൈസൂർ ബേക്കറി നടത്തുന്ന എന്റെ ജോണിച്ചാനെ പറ്റി ഞാൻ പറഞ്ഞില്ലായിരുന്നോ? ആ, ഞാൻ നിന്റെ വിശേഷങ്ങൾ കത്തിൽ എഴുതിയായിരുന്നു. എന്തോന്ന് നല്ല കൊച്ചാണ് ആനി എന്ന പേര് എന്നൊക്കെ. എങ്കി ആ നല്ല കൊച്ചായ ആനി എന്ന പെണ്ണിനോട് എന്റെ അന്വേഷണം പറയൂന്ന് ജോണിച്ചാൻ ഇങ്ങോട്ട് എഴുതി. ഇനി തിരിച്ചെഴുതുമ്പോ നീ അങ്ങോട്ട്. നിങ്ങൾ എവിടെ പോവാ? പള്ളിയിലോട്ട് അച്ചായ. ഇന്ന് ഞായറാഴ്ച അല്ലയോ? ആ, പറഞ്ഞ പോലെ ഇന്ന് ഞായറാഴ്ച ആണല്ലോ. എന്നാ ഞങ്ങളുണ്ട് പള്ളിയിലേക്ക്. നാട്ടിൽ നിന്ന് വന്നേ പിന്നെ ആഴ്ചയും പക്കൊന്നും അറിയത്തില്ലെന്നേ. ഈ ചെറുക്കന് താഴോട്ട് ഇറക്ക ചായ. അവനങ്ങനെ സൂചിച്ചിരിക്കുന്നുണ്ടല്ലോ. അവൻ സൂയിക്കട്ടടി, അവൻ എന്റെ ചെറുക്കനല്ലയോ. അമ്മച്ചിക്ക് അസൂയ വല്യപ്പച്ച. എന്നാത്തിനാ എന്റെ തോളെ കയറി ഇരിക്കാൻ പറ്റാത്തേനോ? ആന്നോടി, നിനക്ക് ഇരിക്കണോടി? ഈ ചെറുക്കന് അടിയുടെ കുറവാ. ഓ പിന്നെ ഇനി ഇവനെ തൊടാൻ ഒരുത്തനെ ഞാൻ സമ്മതിക്കല. ഈ കൊച്ചന്റെ മൂങ്ങാ പോലിരിക്കുന്നേ വേണ്ടത്തില്ലയോ? അയ്യോ, ഇതെല്ലാം കേട്ടോ എന്റെ ആമാശയത്തിന്റെ അണ്ടർഗ്രൗണ്ട് വരെ വെയിച്ചു പോയല്ലോ. അതെ ചായ, ആനിക്ക് അവളുടെ കോഴികളെന്ന് വെച്ചാ വലിയ ജീവനാ. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവളുടെ കോഴിയെ പിടിച്ച് നിന്നൊന്നും ഇവക്ക് പിടിച്ചിട്ടില്ല. നീ കൊച്ചേ, നിന്നെക്കാൾ ഇഷ്ടമാ ചാണ്ടിക്ക് കോഴിയെ. ഒരു വ്യത്യാസമുള്ളൂ, നീ വളർത്തുന്നു, ഞാൻ തിന്നുന്നു. വേറൊരു വലിയ സത്യം ഞാൻ കൊച്ചിനോട് പറയട്ടോ. ഞാൻ ആരുടെ കൊച്ചൊന്നുമല്ല. പിന്നെ ഭൂമിയിൽ നിന്ന് പൊട്ടിമുളച്ച് വന്നാന്നോ? കെറിവിക്കാതെ മോളെ, ഒരു കാര്യം മനസ്സിലാക്ക. ഈ ലോകത്തുള്ള സകല പച്ചക്കറികളും സകല കിളികളും സകല മീനുകളും സകല മൃഗങ്ങളും എന്നു വേണ്ട സകല ചരാചരങ്ങളും മനുഷ്യന് തിന്നാൻ വേണ്ടി ദൈവം തമ്പുരാൻ ഉണ്ടാക്കിയതാ. എങ്കിതാ പോകുന്ന പട്ടി പിടിച്ചങ്ങ് തിന്നും. ചാണ്ടി പട്ടിയെ തിന്നിട്ടുണ്ട്. മോക്കറിയോ, മൂത്രാശയ സംബന്ധമായ സകല രോഗങ്ങൾക്കും പട്ടിയിറച്ചി അതിവിശേഷമാണ്. കുറച്ച് സംഘടിപ്പിക്കട്ടോ. ഡ്രൈവറെ, നേരം കുറെ ആയി, വണ്ടി വിടാൻ നോക്ക്. തിരക്കുണ്ടെങ്കിലേ ഇറങ്ങി നടന്നോ. ഓ തങ്കപ്പ ചേട്ടോ, ആ വരുന്ന ആളെ കണ്ടോ? ആരാടാ? ചേട്ടന്റെ തല പൊളിച്ചവൻ. നേരാണോ? അവൻ തന്നെയാണോ? അമ്മണ്ണ ഞാൻ പാത്ത. നീ എവിടുത്തുകാരനാടാ തെണ്ടി? നീ എന്തിനാ പിടിച്ചു തള്ളി എന്റെ തല പൊട്ടിച്ചത്? അത് നീയായിരുന്നോ? അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. പക്ഷേ നിന്റെ തല പൊട്ടേണ്ട തലയാണെന്ന് ഇപ്പൊ മനസ്സിലായി. കൊച്ചനെ, ഞങ്ങൾ ഞായറാഴ്ച പള്ളിയിൽ പോവുക. ചുമ്മാ മെനക്കെടുത്തല്ലേ. ഇപ്പോഴത്തേക്ക് ഇത്രയും പോരായോ? ഇനിയും പ്രതികാരം ചെയ്യണമെന്ന് തോന്നുമ്പോ വന്നേച്ചാ മതി. ഇപ്പൊ പോ. ഓടാ ഓടാ.
തല്ലു കഴിഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിൽ ഇത് പതിവാ. പച്ചമട്ടയും സോഡയും കുടിക്കും. എന്നിട്ട് ഒരൊറ്റ ഓട്ടവാ. സന്ധിവേദന നേർക്കെട്ട് പിന്നെ ഉണ്ടാകുകയില്ല. വാ, പള്ളി പോകാൻ നേരായി. ഇവിടെ എത്ര മണിക്കാ കുർബാന? 10 മണിക്ക്. ആ എന്നാ വാ. വാടാ. വാ വാ.